നമസ്കാരം, ഞാൻ മലയാളിയിലേക്ക് സ്വാഗതം. സമാനതകളില്ലാത്ത പ്രളയക്കെടുതി, അതോടൊപ്പം ഒരുപക്ഷെ കേരളം എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് സമാനതയില്ലാത്ത രക്ഷാപ്രവർത്തനമായിരിക്കും. ലോകത്തിന് ഒട്ടേറെ മാതൃകകൾ സമ്മാനിച്ച കേരളം രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും വലിയൊരു ഉദാത്തമായ മാതൃക സൃഷ്ടിച്ചു. മലയാളി എന്താണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു വാരമാണ് പോയി മറയുന്നത്. ദുരിതകാലത്തെ ഈ ഓണം രക്ഷാപ്രവർത്തനത്തിൻ്റെ പുതിയ ഏടുകൾ എഴുതിയ ഈ ഓണക്കാലത്തെക്കുറിച്ച് ഞാൻ മലയാളി ചർച്ച ചെയ്യും. ശ്രീ ജയ്സൽ മത്സ്യത്തൊഴിലാളി, ഒരുപക്ഷെ സാമൂഹ്യ പരമ്പരാഗത മാധ്യമങ്ങളിൽ 2 ദിവസം നിറഞ്ഞു നിന്ന ഒരു വ്യക്തി. ശ്രീ PH കുര്യൻ IAS, അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ, സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ, ഹരിത അധ്യാപിക, സന്നദ്ധ പ്രവർത്തകർ. ശ്രീ ശേഖർ ലൂക്കോസ്, മെമ്പർ സെക്രട്ടറി, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ധന്യ സനൽ, ഡിഫൻസ് PR. കേസിൽ ലാൽ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നേതാവ്. ഷഫീൻ അഹമ്മദ്, DIG ഹെഡ്ക്വാർട്ടേഴ്സ്, DIG ആംഡ് പോലീസ് ബറ്റാലിയൻ. ശ്രീ റിജി ലൂക്കോസ്, മാധ്യമപ്രവർത്തകൻ. ശോഭ വിശ്വനാഥ്, സാമൂഹ്യ പ്രവർത്തക, അൻബോർഡ്, തിരുവനന്തപുരം T. ശ്രീ പ്രതീഷ് KP, ട്രോമ കെയർ, മലപ്പുറം. ഇവരോടൊപ്പം സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായി കുറെ പേർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ PH കുര്യൻ, താങ്കളാണ് ദിവസേന ഈ ദുരന്ത നിരീക്ഷണവും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനും നേതൃത്വം നൽകിയൊരു വ്യക്തി. എങ്ങനെയാണ് ഇപ്പോൾ ഈ നിമിഷം അതേക്കുറിച്ച് ചിന്തിക്കുന്നത്? പുറകോട്ട് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രളയമായിരുന്നു വന്നിരുന്നത്. അതിൻ്റെ ദുരന്തവും അതുപോലെ തന്നെ ഭയാനകമായിരുന്നു. കഴിഞ്ഞ 9-ാം തീയതി മുതൽ ഇപ്പം നമ്മൾ ആ ദുരന്ത മുഖം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഒരു 14-15 ആയിക്കഴിഞ്ഞു. 9-ാം തീയതി മുതൽ വെള്ളപ്പൊക്കം ഉണ്ടായി പല സ്ഥലങ്ങളിലും. അവിടുന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക, അങ്ങനെയുള്ള നമ്മളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ 9-ാം തീയതി 10-ാം തീയതി ആയപ്പോഴത്തേക്ക് തുടങ്ങിയതാണ്. അത് നമ്മൾ ഉദ്ദേശിച്ചതിനപ്പുറമായിട്ടുള്ള രീതി. ഇപ്പം മഴ വരുമെന്ന് നമുക്കറിയുമെങ്കിലും ഇതുപോലെയുള്ളൊരു മഴ കേരളത്തിലെ ഈ ഓഗസ്റ്റ് മാസത്തിലെ 10 ദിവസം 9 മുതൽ 19 വരെ, ഇതിനു മുമ്പുള്ള ഓഗസ്റ്റ് മാസത്തിൻ്റെ ആവറേജ് റെയിൻഫോളിനേക്കാളും 164% മഴയാണ് കൂടുതൽ പെയ്തത്. അത് നമുക്ക് ചരിത്രത്തിൽ അടുത്ത കാലത്ത് നമുക്ക് ഇല്ലാത്ത, റെക്കോർഡഡ് അല്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ അതുപോലത്തെ ഒരു മഴ ഉണ്ടാകും. എല്ലാം നമുക്ക് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് ശക്തമായ മഴയുണ്ടാവും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ടാവും, ഇന്ന ജില്ലകളിൽ മഴ ഉണ്ടാകും എന്നുള്ള ഫിഗർ വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഫിഗർ നമുക്ക് മനസ്സിൽ ചിന്തിക്കാൻ പറ്റില്ല. എന്തായാലും വെള്ളപ്പൊക്കം വരുമേ എന്നുള്ള കണക്കിൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് താഴ്ന്ന പ്രദേശത്തു നിന്നുള്ള ആളുകളെ ആലപ്പുഴയിലോട്ടൊക്കെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. ഒത്തിരി സ്ഥലത്ത് ഒഴിപ്പിച്ചു. ഡാമുകളിലെ വെള്ളവും, ഇതെല്ലാം കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡാമിലെ വെള്ളം മാത്രമല്ല, ഡാമിൻ്റെ താഴെയുള്ള വെള്ളവും കൂടി ചേർന്നിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത്. ഡാമുകളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇങ്ങനെ ഡാമുകളിലെ അല്ല വിവാദങ്ങളൊക്കെ ഇനി ആരെങ്കിലും കൃത്യമായിട്ട് ഇത് കണ്ടുപിടിക്കട്ടെ. ഞാൻ അതിനെ ഓരോ ദിവസവും വിവാദങ്ങൾ ഉണ്ടാവും. ഒരു 12-ഓ 13-ഓ മുതൽ ഡാമിന്റെ കൺട്രോൾ ഞാനും കൂടെ. താങ്കൾ ഒരു ട്രോൾ കണ്ടിരുന്നു, അതായത് മഴ വെള്ളം ഇറങ്ങി ഇനി ചെളിയാണുള്ളത്, നമുക്ക് പരസ്പരം എറിഞ്ഞു കളിക്കാം. അതെ, അല്ല അതൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇപ്പോഴത്തെ സംഭവത്തിൽ, കേരളം പോലത്തെ ഒരു സമൂഹത്തിൽ അങ്ങനെ ഇതൊക്കെ വേണം. അത് വേണമെന്നാണ് ശക്തമായ സമൂഹം മുന്നോട്ട് പോകുന്നത്. ഡാമിൻ്റെ കൺട്രോളിൽ ഞാനിവിടെ ഉൾപ്പെട്ടത് ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോഴും മറ്റും ഞാനിവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ഇറിഗേഷൻ്റെയും എഞ്ചിനീയർമാരും സെക്രട്ടറിമാരും ഞങ്ങളെല്ലാം മണിക്കൂർ വെച്ചിട്ട് ഡാമിൻ്റെ ലെവൽ നോക്കുകയും ആ ഡാമിൽ നിന്നുള്ള വെള്ളം താഴോട്ട് ഇറക്കേണ്ടതിൻ്റെ ആവശ്യകത ജില്ലാ കളക്ടർമാർ, കൺസേൺഡ് ജില്ലാ കളക്ടർമാരുണ്ടായിരുന്നു. അത് മണിക്കൂറുകൾ വെച്ച് നമ്മൾ പരിശോധിക്കുകയും ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതെൻ്റെ വിശ്വാസം. നമ്മുടെ ഈ ഒരു ചർച്ചയുടെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ഒരു സഹോദര്യത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും കരുണയുടെയും കാരുണ്യത്തിൻ്റെയും എല്ലാ ഇഴകളും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം. ഒരുപക്ഷെ ഒരു സിവിൽ സർവൻ്റായ താങ്കൾ കേരളത്തിൽ ഇതുപോലൊരു സംഭവം കണ്ടിട്ടുണ്ടാവില്ല. അല്ല, അത് കാണുമ്പോഴാണ് ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രൈഡ് കുറച്ചുകൂടെ വർദ്ധിക്കുന്നത്. പ്രൗഡ് ടു ബി എ മലയാളി. ഐ ഹാവ് റിട്ടൺ ടു സം ഇന്റർനാഷണൽ ഫെലോ വാസ് ടോക്കിംഗ്, സേയിങ് ദാറ്റ് ഐ വാസ് താങ്ക്ഫുൾ ടു ഗോഡ് ഹു ഹാസ് ഗിവൺ മീ ബർത്ത് ടു ദിസ് ലാൻഡ് എന്ന് വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെ, അതുപോലത്തെ ഒരു ഫീൽ വരത്തക്ക രീതിയിലുള്ള വോളണ്ടറിസമാണ് മലയാളികളിൽ നിന്ന് നമ്മൾ കണ്ടത്. ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഫിഷർമാൻ ചെയ്ത ആ ജോലി എന്നൊക്കെ പറയുന്നത് മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ ഉണ്ടോ, സമാനതകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൂടാതെ ഈ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ വോളണ്ടറിസം, ഇത് നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന്. അത് കഴിഞ്ഞ്
റിലീഫ് ക്യാമ്പ് നടത്തുന്നതിനും അതുപോലെ തന്നെ കേരളത്തിലുള്ള ആളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തിരുന്ന് അവരുടെ ഗ്രൂപ്പുകൾ എത്രയോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിനകത്ത് എന്നെ ചേർത്തിട്ടുണ്ട്. എനിക്കറിയാം ഓരോരുത്തർക്കും നടത്തുന്ന അവരുടെ വോളണ്ടറി പ്രവർത്തനം, അവിടുന്ന് മെറ്റീരിയലുകൾ അയക്കാനും അതുപോലെ തന്നെ വോളണ്ടറി പ്രവർത്തനം നടത്താനും 50,000-60,000 പേരാണ് വോളണ്ടിയറായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള വോളണ്ടറിസമാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. ലൂക്കോസ്, ഒരുപക്ഷെ ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നതിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ആഴം ആദ്യമായിട്ടാണ് മലയാളി ഈ രൂപത്തിൽ കണ്ടിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു? മലയാളിയുടെ ചരിത്രത്തിൽ ഇതല്ല ഏറ്റവും വലിയ ദുരന്തം. 1924 പ്രളയമാണ് ഏറ്റവും വലിയ ദുരന്തം. 99 വെള്ളപ്പൊക്കം. പക്ഷെ അന്ന് നമ്മളൊന്നും ഉണ്ടായിരുന്നില്ല. ചരിത്രത്തെ മറന്നാൽ ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും. അന്ന് ചരിത്രത്തിൽ മലയാളി പഠിച്ചത് ഇന്നും ആവർത്തിച്ചു എന്നതും കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. കേരളത്തിൽ ആദ്യമായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് റിജന്റ് മഹാറാണിയാണ്. റിജന്റ് മഹാറാണി അധികാരത്തിലേറുന്ന ദിവസം, ആയില്യം തിരുനാൾ മരണപ്പെട്ട ദിവസം, കേരളം വെള്ളപ്പൊക്ക കെടുതിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ്. അന്ന് അധികാരത്തിലേറിയ മഹാറാണി സ്വന്തം ഖജനാവായ ആറ്റിങ്ങൽ റാണിയുടെ ഖജനാവിൽ നിന്ന് 5 ലക്ഷം സ്വർണ്ണപ്പണം എടുത്ത് അന്നത്തെ ദിവാൻ, അന്നത്തെ ചീഫ് സെക്രട്ടറി, അന്നത്തെ റിലീഫ് കമ്മീഷണർ, സാറിൻ്റെ പദവിയിലുള്ള റിലീഫ് കമ്മീഷണർക്ക് കൊടുത്തിട്ട് പറഞ്ഞത്, എല്ലാ വില്ലേജുകളിലും, അന്നും ഇതേ വില്ലേജുകളുണ്ട്, ഈ വില്ലേജുകളിലും ഫ്ലഡ് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കൂ. ആ മാനേജ്മെന്റ് കമ്മിറ്റികളെ കൊണ്ട് ഓല മെടഞ്ഞ് ആളുകൾക്ക് കൂര കുത്തിക്കൊടുക്കൂ എന്നാണ് പറഞ്ഞത്. അത്രയും ചരിത്രം. രാജ്യത്ത് ദുരന്ത നിവാരണം ഉണ്ടാകുന്നതിന് മുൻപ് ദുരന്ത നിവാരണം ആരംഭിച്ച ഒരു സമൂഹമാണ് മലയാളി. നമ്മൾക്ക് ഇടക്കാലത്ത് ചില മറവികൾ പറ്റി. ആ മറവികൾ നമ്മൾ ഇനിയെങ്കിലും തിരുത്തേണ്ടിയിരിക്കുന്നു. റജി, മാധ്യമപ്രവർത്തകർ അവരെ കുറിച്ച് പലപ്പോഴും ആക്ഷേപം ഉന്നയിക്കുക അല്പം സിനിക്കലായിരിക്കും. അതായത് എന്തിനും ഒരു വിപരീത അല്ലെങ്കിൽ ഒരു നിഷേധാത്മകമായ പ്രതലം കണ്ടെത്തും. എന്താണ് ഈ ദുരിതകാലത്തെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തന കാലഘട്ടത്തിലെ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ഇതിവൃത്തം? ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇവാക്വേഷൻ്റെ ഒരു തലം ഇതിനകത്തുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ ചെയ്ത സേവനങ്ങളെ ഒരിക്കലും ചെറുതായി കാണാൻ പറ്റത്തില്ല. കേരളത്തിലെ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ പല രീതിയിലും ഇതിനെ എന്താ പറയുക, കയ്യും മെയ്യും മറന്ന് സഹായിച്ചിട്ടുണ്ട്. പല സ്ഥലത്തെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പിന്നെ ഇതിൻ്റെ കൺട്രോൾ റൂമിൽ അറിയിക്കുന്നുണ്ട്. അത് കുര്യൻ സാറിന് വ്യക്തമായിട്ടറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. അറിയിക്കുന്നതിൽ അവർ വളരെ വലിയ രീതിയിൽ തന്നെ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി മാറിയിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കമില്ല കാര്യത്തിൽ. അതുപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മെസ്സേജുകൾ അതേസമയം തന്നെ കേരളത്തിലെ ജനങ്ങളിലും ലോകത്തിലുള്ള ജനങ്ങളിൽ എത്തിക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സംശയിക്കേണ്ട കാര്യത്തില്ല. പക്ഷേ അതിനകത്തൊരു ചെറിയ ന്യൂനത എനിക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. ചില ദൃശ്യമാധ്യമങ്ങൾ അന്ന് വളരെ അപൂർവമായി ഒന്നോ ഇത് കുറച്ച് എക്സാജറേഷൻസ്, ആൾക്കാരുടെ കണ്ണുനീരിനെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനായിട്ട്, ഇതൊരു ഭീകര ദുരന്തത്തിനേക്കാൾ ഉപരിയായി ഇതിൽ ചെറിയ രീതിയിലും അതിനകത്തൊരു എന്താ പറയാ, ഒരു ചെറിയ എക്സാജറേഷൻ, അതിശയോക്തി കലർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വലിയ ദുരന്തമായി അല്ലെങ്കിൽ വലിയ യാതനകളെ പർവ്വതീകരിക്കുമ്പോൾ മാത്രമേ അതിനകത്ത് ഐബോൾസ് കിട്ടുകയുള്ളൂ. അതാണോ ഉദ്ദേശിക്കുന്നത്? ഒരു പരിധിവരെ ശരിയാണ് പെട്ടാ സാറേ. കാരണം വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് സാറേ, നെഗറ്റീവ് ആയിട്ടുള്ള ചില പിന്നെ പ്രവണതകളെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ 1-2 ദൃശ്യമാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാനായിട്ട് ആരോപിക്കുന്നതല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുള്ളവരിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു പിന്നെ സമാനതകളില്ല. അതായത് ലോകത്തിന് മുമ്പിൽ ഇതുവരെ ഈ രീതിയിലുള്ള ഒരു ഒറ്റക്കെട്ടായിട്ട് ഒരേ ഐക്യത്തോടെ ഒരേ ചിന്തയോടുകൂടി ഞാൻ ഒരാളെ അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യ സമൂഹത്തിന് ഒരൊറ്റ മനുഷ്യനായിട്ട് തന്നെ കണ്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒന്നിച്ചണിനിരുത്തിയ ഒരു
പ്രവൃത്തി അത് ഈ സർക്കാരിൻ്റെ ഒരു വലിയ നേട്ടം തന്നെയാണ്. ഒരു ഉദാഹരണം പറയാൻ സമയം തരണം. അതായത് ഞാൻ ജീവിച്ചിരുന്ന ഫ്ലോറിഡയിൽ നിന്ന് 120 കിലോമീറ്റർ അപ്പുറം ന്യൂ ഓർലിയൻസിൽ കത്രീന എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റിൽ അന്ന് അവിടെ ആ പ്രളയം ഫോം ചെയ്തപ്പോൾ 25,000 പേരാണ് അവിടുത്തെ ഫ്ലാറ്റുകളിൽ മരിച്ചത്. അത് ബ്രിട്ടാ സാർ അറിയാമായിരിക്കും. അതെ, ന്യൂ ഓർലിയൻസ്. ഞാൻ 3-ാം ദിവസം ഒരു വോളണ്ടറി ആയിട്ട് പോയി. ഞങ്ങൾ മലയാളി ഒത്തിരി പേരെ പോയി. അവിടെ 9 ദിവസം മുതൽ ഹെയ്ത്തി മുതൽ ക്യൂബ മുതൽ ഈ സാധനം ഇങ്ങോട്ട് അടിച്ചു വരുന്ന ആ സമയം മുതൽ തന്നെ എല്ലാ ചാനലുകളിലും ഇതിന്റെ റൂട്ട് നമ്മൾ അവരെ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും അമേരിക്കൻ സർക്കാരിന് 25,000 പേരെ മരണത്തിലേക്ക്, അതും കേവലം ഫ്ലാറ്റുകളിൽ മാത്രം താമസിച്ചത്. നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെതെന്ന് പറഞ്ഞാൽ സ്കാറ്റർ കിടക്കുക. അവർക്ക് വേണേൽ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യായിരുന്നു. അതായത് മാത്രമല്ല വളരെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പ്രളയത്തിനിടയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ട്രോൾ ഉണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: ഹോളിവുഡിന് സ്പൈഡർമാൻ അയൺമാനും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ളത് ഫിഷർമാനാണ്. അതാണ് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ ഈ രക്ഷാപ്രവർത്തന ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലെന്ന് പറയാവുന്ന നമ്മുടെ ഫിഷർമാൻ. നിരവധി ട്രോളുകൾ വന്നു. മറ്റൊരു ട്രോൾ ഉണ്ടായിരുന്നു: ഇഫ് യു ഡോണ്ട് സ്റ്റഡി യു വിൽ ബിക്കം എ ഫിഷർമാൻ എന്ന് കരുതിയാൽ മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പൊതുസമൂഹത്തിൽ ഒരു വിലയിരുത്തലുണ്ടല്ലോ, അവരുടെ തൊഴിലിനെ സംബന്ധിച്ചും മറ്റുമൊക്കെ. അതൊക്കെ ഒന്നും അല്ലാന്നുള്ള ഒരു തെളിവിലേക്കാണ് ഈ ഓഗസ്റ്റ് 15 മുതൽ ഈ 21 വരെയുള്ള മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. സഹജീവി സ്നേഹത്തിൻ്റെ ഒരു ഉയർന്ന തലത്തിലേക്കുള്ള പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ 5 ദിവസമായിട്ട് ഈ ആലപ്പുഴയിലും എറണാകുളത്തും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മത്സ്യത്തൊഴിലാളി നടത്തിയത്. ഏകദേശം 700 പരമ്പരാഗത വള്ളങ്ങളാണ് ചെറുവള്ളങ്ങളും വലിയ വള്ളങ്ങളുമായിട്ട് ഈ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ. ആയിരക്കണക്കിന് സഹോദരങ്ങളെ ഈ പ്രളയ ബാധിത മേഖലയിൽ നിന്ന് സമീപനിതമായി മാറ്റാൻ മത്സ്യത്തൊഴിലാളി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് ആദ്യമായിട്ടായിരിക്കും കേരള സമൂഹത്തിൽ ഒരു പ്രത്യേക പ്രൊഫഷൻ, അതായത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ പ്രൊഫഷൻ ഇത്രത്തോളം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷൻ ഇത്രത്തോളം ആൾക്കാരുടെ കൈയടി അല്ലെങ്കിൽ ആരാധനയ്ക്ക് വിധേയമാകുന്നത് ആദ്യമായിരിക്കും. ഒരു കൈയടി കൊടുക്കണ്ടേ? ഇതില് ഫിഷർമാൻ ഉണ്ട് ആൾക്കാർ. നിങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തോ? ഞങ്ങൾ വരുന്നത് ഇപ്പൊ താനൂരിൽ നിന്നാണ്. ഈ പ്രളയത്തിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രളയത്തില് ഞങ്ങള് ഒരു 10 പേര് ഇപ്പൊ ഇരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ജയ്സ അടക്കമുള്ള ഞങ്ങളൊരു ടീമുണ്ട്. ഈ പ്രളയം മാത്രമല്ല, ഇതിനു മുമ്പുള്ള ഈ വെള്ളത്തിൽ പോകുന്ന പല പ്രശ്നങ്ങളിലും ഞങ്ങൾ ഇടപെടാറുണ്ട്. പിന്നെ ബോഡി കിട്ടാതെ ബോഡിയിൽ ഞങ്ങൾ തന്നെ പോയിട്ട് ബോഡി എടുത്ത് കൊണ്ടുവരാറുണ്ട്. ഇപ്പോഴാണ് നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടണേ? ശ്രദ്ധ കിട്ടുന്നത് ഞങ്ങൾ അറിയാതെ കിട്ടിയ ശ്രദ്ധയാണ്. കാരണം ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ ഈ ഒരു വിഭാഗത്തിൽ കഴിഞ്ഞ ഒരു വ്യാഴാഴ്ച ഞങ്ങൾക്കൊരു മെസ്സേജ് വരാണ്. ഒരു താനൂർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ രക്ഷിക്കണം എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജ് വന്ന് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേങ്ങരയിൽ ഒരു സബ് ഇൻസ്പെക്ടർ SI ഞങ്ങൾ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് വേങ്ങരയിൽ വലിയോറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് പേര് ഉള്ളിൽ പെട്ട് കിടക്കുന്നുണ്ട്, രക്ഷപ്പെടുത്താൻ ഒരു മാർഗ്ഗമില്ല, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിന് മുമ്പ് ഈ കുറച്ച് പരിപാടികളൊക്കെ നടത്തി ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് സത്യത്തിൽ ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ കാലിനൊക്കെ മുറിവുകളാണ്, പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ സുഹൃത്ത് അബ്ബാസ് എന്നെ വീണ്ടും വിളിക്കും. ആ സമയത്ത് ഞാൻ പാലക്കാടുള്ളത്, ഈ അബ്ബാസും ഇവരൊക്കെ താനൂരാണ്. ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കരഞ്ഞിട്ടാണ് പറഞ്ഞത് അബ്ബാസ്, പെട്ടെന്ന് പോകണം, രക്ഷപ്പെടുത്താൻ ഒരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് കോട്ടക്കലിലേക്ക് വന്നു. ഇവർ ഒരു ഓട്ടോറിക്ഷയും ബൈക്കും എല്ലാം കൂടെ കിട്ടിയ വാഹനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ സാധാരണ ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നോ മറ്റു മേഖലയിൽ നിന്നൊന്നും ഒരു സംഭവം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് റോപ്പുകൾ മാത്രമാണ്, വണ്ണമുള്ള റോപ്പുകൾ, കയറുകൾ മാത്രം. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് കിലോമീറ്ററുകളോളം, ചുരുങ്ങിയതൊരു 3-4 കിലോമീറ്ററോളം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്. അവിടെ ഒരുപാട് ചെറുപ്പക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളോട്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ ആളുകളൊന്ന് കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമുള്ളവരുണ്ട്, എങ്ങനെ രക്ഷപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് വഴി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. വഴി അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഏത് പ്രതിസന്ധിയിലും ഞങ്ങൾ ആളുകളെ മുഴുവൻ കരകയറ്റും എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വരാൻ തയ്യാറായി, ഞങ്ങൾ കൂടെ വരാൻ തയ്യാറായി. പക്ഷേ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു സംവിധാനമില്ല, വെള്ളത്തിലൂടെ നീന്തിപ്പോകണം. ഇയാൾക്ക് വെള്ളത്തിൽ നീന്തി പോകാൻ പറ്റില്ല.
ഞങ്ങൾ റോപ്പ് കെട്ടിക്കൊണ്ട് ഈ കിലോമീറ്ററോളം നീന്തി ഈ അബ്ബാസ് അടക്കമുള്ള ഈ ഇരിക്കുന്ന ആളുകൾ നീന്തിപ്പോയി റോപ്പുകൾ കെട്ടിപ്പോയി. അതിനിടയ്ക്ക് ഞങ്ങൾ ചില ആളുകൾ ഒഴുക്കിൽപ്പെട്ടു. പിന്നെ കിട്ടുന്ന മരം ഈ കവുങ്ങ് പോലത്തെ മരങ്ങൾ പോയി പിടിച്ചു. ആ പിടിക്കുന്ന സമയത്ത് തേൾ കുത്തി. പല ജീവികളും, മനുഷ്യൻ മാത്രമല്ല പല ജീവികളും രക്ഷപ്പെടാൻ വേണ്ടി കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ പിടിച്ചു കയറി നിൽക്കാണ്. മനുഷ്യനെ പിടിച്ചാലാണ് ഏറ്റവും കൂടുതൽ വിഷം. ആ സമയത്ത് ഞങ്ങൾ പോയി പിടിക്കുന്ന അങ്ങനെ തേൾ കുത്തിയ ആളുകളുടെ പാമ്പ്, മലമ്പാമ്പ് കാലിൽ ചുറ്റിയ സമയം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത് കെട്ടിയതിനു ശേഷം ഇവിടെയുള്ള ഒരാളെ കൂട്ടി ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ 5 പേര് അവിടെ, അതായത് ഒരു 2-3 കിലോമീറ്റർ അപ്പുറം ഈ വെള്ളത്തിൽ നിന്നു. ബാക്കിയുള്ളവർ ഇവിടുന്ന് ഒരു തോണി സംഘടിപ്പിച്ചിട്ട് അബ്ബാസ് തോളിലൂടെ ഈ കയർ കെട്ടിയിട്ട് തോണിയിൽ കെട്ടി. ഞങ്ങൾ വേറെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ട്യൂബ് കാറ്റ് നിറച്ചിട്ട് അതിന് മേലെ പലക വെച്ച് കെട്ടിയിട്ട് ചെറിയ കുട്ടികൾ മുഴുവൻ അതിലിരുത്തി ഒരു കേന്ദ്രത്തിലേക്ക് ഈ വള്ളത്തിന്റെ ഞങ്ങൾ ഏകദേശം ഒരു 35 പേരോളം അവിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച മാത്രം. നമ്മൾ തിരിച്ചു വരാം. ഇവിടെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ജയ്സൽ. ഒരുപക്ഷെ ആർക്കെങ്കിലും ജയ്സലിനെ മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു മനുഷ്യരുടെ കല്ലല്ലാതെ ശ്രദ്ധിക്കണം. പക്ഷേ ജയ്സൽ നല്ല വെൽ ബിൽറ്റ് ബോഡിയാന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ജയ്സലെ, നമ്മുടെ എല്ലാവിധ അനുമോദനവും. ആ ഘട്ടത്തിൽ നിന്ന് ഒരിക്കലും റജി ഒരു കാരണവശാലും ഇങ്ങനെ ആരെങ്കിലും ഫോട്ടോ എടുക്കുന്നുണ്ടെന്നോ ഈ ഫോട്ടോ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമെന്നോ ജയ്സല് വൈറലാകുമെന്നോ ഒന്നും ആരും ശ്രദ്ധിച്ചില്ല. ജയ്സലെ, ഇപ്പൊ എന്ത് തോന്നുന്നു? ഒരിക്കലും ഞാൻ വിചാരിച്ചൊരു സംഭവമല്ല ഇത്. പക്ഷെ വൈറലാവേണ്ട കേസാണ് ഇപ്പൊ എന്റെ ലീഡേഴ്സ് ഇപ്പൊ അവിടെ ഇരുന്ന് പറഞ്ഞത്. വൈറലാവേണ്ടതാണ് അത്. അവിടെ സാന്നിധ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, അവർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് വൈറലാവാതെ ഇത് വൈറലായിട്ട് ഞങ്ങള് മുമ്പോട്ടേക്ക് വന്നത്. ഇവരുടെ ധീരകൃത്യങ്ങളൊന്നും ആരും ക്യാമറയിൽ കവർ ചെയ്തില്ല. ഇല്ല. അത് മാത്രമല്ല, ഞങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ ഏറ്റവും ചെറിയൊരു സംഭവമാണ് ഇത്. ഞങ്ങൾ രക്ഷാപ്രവർത്തനം, അത് മാത്രമല്ല നമ്മളെ ജീവൻ കൊടുത്തിട്ട് നമ്മൾ രക്ഷ തേടാനാണ് നമ്മളവിടെ പോയത്. പക്ഷെ ജയ്സലെ, അത് ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ ചില ഇമേജസ് അവർക്ക് വേണ്ടത്. ഒരുപക്ഷെ നിങ്ങളെ വലിയ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തെക്കാൾ കൂടുതൽ പെട്ടെന്ന് നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെ പിടിച്ചു നിർത്തുന്ന ഇങ്ങനൊരു സംഭവം ഷിക്കുരിന് ഒരുപക്ഷെ ഇതാണ്. സ്വന്തം മുതുക് ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊടുത്ത ആള്. ആൾക്കാരുടെ കാല് നമ്മുടെ ശരീരത്ത് പതിച്ചാൽ അതൊരു ഡിസ്റെസ്പെക്റ്റ് ആണ്, അനാദരവാണെന്ന് ധരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തില് മറ്റുള്ളവരുടെ കാൽപാദങ്ങൾ സ്വന്തം മുതുകിൽ ഏറ്റുവാങ്ങാനുള്ള ചെരുപ്പിട്ട്. അതെ, ആരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത് കല്ലൊന്നും അല്ല. ആരാണ് നിങ്ങളെ വിളിച്ചു പറഞ്ഞല്ലേ? എന്താ പറഞ്ഞത്? ആ ബോട്ടിൽ വഴി കാണിച്ചു തരാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നു. കാരണം അത് അതിന്റെ ഒരു കാര്യം കൂടെ അതിന് മുമ്പ് പറയേണ്ടതുണ്ട്. NDRFന്റെ ഒരു വിങ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരു 4 മണിയോടുകൂടെ എല്ലാ വിങ്ങും അവിടുന്ന് കയറിപ്പോയി. അങ്ങനെ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ അവിടെ പെട്ടിട്ടുണ്ട്. അവർക്ക് എന്തോ ചെറിയൊരു ബ്ലീഡിങ് സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിഷയം പെട്ടെന്ന് SI സാർ വിളിച്ച് പറഞ്ഞു. SI സാറ് എല്ലാവരും കയറി തിരിച്ച് വണ്ടിയുടെ ഹെഡ്ലൈറ്റൊക്കെ ഇട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോകരുത്, ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ തിരിച്ച് എന്നെ പോകണം. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സംവിധാനങ്ങളില്ല. അങ്ങനെ എന്നാൽ NDRFന്റെ ബോട്ട് ഉടനെ തന്നെ ബോട്ട് ഇറക്കി കാറ്റടിച്ച് NDRF. അപ്പം അവർക്ക് ഹിന്ദി സംസാരിക്കണം. അതിനവിടുന്ന് ഒരാളെ നാട്ടുകാരെ കയറ്റിയിരുന്നു ഹിന്ദി സംസാരിക്കാൻ വേണ്ടി. അങ്ങനെ 2-3 പേര് അവരെയും ഞങ്ങൾ ഈ 4 പേര് ജയ്സലി, അബ്ബാസ്, അഫ്സൽ, ഈ 3 പേരും കൂടി കയറിയിട്ടാണ് പോയിട്ട് പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ സംഭവങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞതല്ല. അദ്ദേഹം വൈറലായി പ്രശസ്തനായ കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾക്ക് പിന്നീട് ഞങ്ങളെ ജില്ലാ സെക്രട്ടറി അവിടെ ഇരിക്കുന്നത് KP പ്രതീഷ് സാറ് ഞങ്ങൾ വിളിച്ചിട്ട് രാവിലെ തന്നെ ഞങ്ങളൊരു തോണിയും അതേപോലെ ബസ്സിൽ കുറച്ച് ആളുകളും പിന്നെ ഞങ്ങൾ പോകുന്ന മാളയിലേക്കാണ്. ഈ സംഭവം കഴിഞ്ഞ് തൃശ്ശൂർ മാളയിലേക്ക് പോകാൻ ഇപ്പൊ നല്ല മാർക്കറ്റാണ്. കാരണം ജയ്സലാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. വീട്ടിലൊക്കെ വലിയ അംഗീകാരമാണ്, നാട്ടിൽ നല്ല അംഗീകാരമാണ്. എല്ലാ മാധ്യമങ്ങളും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ശ്രീ PH കുര്യനെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുമായിട്ട് മുഖാമുഖം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നതെങ്കിൽ പോലും അത് ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരെ കാണാനും നിങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് അദ്ദേഹത്തിന് ഞാൻ ഒരുക്കി കൊടുത്തത്. അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ശബ്ദം അദ്ദേഹവും അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ. എന്താ ഹരിതയുടെ അഭിപ്രായം? ഒരു തിരുത്തലോടുകൂടി തുടങ്ങാം. സാറ് പറഞ്ഞു ഞാനൊരു സന്നദ്ധ പ്രവർത്തകയാണ്. ഞാൻ ഒരിക്കലും ഒരു സന്നദ്ധ പ്രവർത്തകയായിരുന്നു, ഞാനൊരു അധ്യാപിക മാത്രമായിരുന്നു.
ഞങ്ങൾ അധ്യാപികയ്ക്ക് സന്നദ്ധ പ്രവർത്തകയാകാൻ ഇതുവരെ പറ്റില്ലേ? ചെയ്തിട്ടില്ല, സത്യമായിട്ടും ചെയ്തിട്ടില്ല. കുട്ടികളെ പഠിപ്പിക്കുക എന്നൊരു ജോലി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ പന്തളം NSS കോളേജിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് കൊടുക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ചെങ്ങന്നൂരേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് തുടക്കത്തിൽ. ഞങ്ങൾ ഇവിടുന്ന് ഞാനും 2 കുട്ടികളും കൂടെ ഇവിടുന്ന് ഒരു ഏസിൽ കുറേ സാധനങ്ങളായിട്ട് ചെങ്ങന്നൂരേക്ക് പോകുന്നു. അവിടെ ക്യാമ്പിൽ അത് എത്തിക്കുന്നു. തിരിച്ചു പോരുമ്പോൾ വഴിയിൽ കുറച്ച് ഒരു ബ്ലോക്ക് വെള്ളം കയറിയിട്ട് നമുക്ക് തിരികെ പോരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ വളരെ യാദൃച്ഛികമായിട്ട് അവിടുത്തെ ഗ്രാമവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥർ നമ്മളെ സമീപിക്കുകയും വണ്ടി ഒന്ന് തരുമോ എന്നൊരൊറ്റ ചോദ്യത്തിൽ നിന്നുമാണ് ഈ 5-6 ദിവസം ഞങ്ങൾ അവിടെ. വണ്ടി ഒന്ന് തരുമോ എന്നുള്ളൊരു ചോദ്യത്തിലാണ് വെറും അധ്യാപികയായിരുന്ന ഹരിത നല്ലൊരു സന്നദ്ധ പ്രവർത്തകയായിരുന്നു. ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ചെയ്തപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പം ഇവരൊക്കെ പോയി അവരുടെ ജീവൻ കളഞ്ഞിട്ടാണ് ആളുകളെ രക്ഷിച്ചുകൊണ്ട് വരുന്നത്. ഇനി രക്ഷിക്കാൻ പറ്റാത്ത കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടേക്കാണ് നമ്മൾ എയർ ഡ്രോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി. ഞങ്ങൾ അവിടുന്ന് പിന്നെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ക്യാമ്പസിലേക്കാണ് പോകുന്നത്. അവിടെ എയർ ഡ്രോപ്പിംഗ് ഹെലികോപ്റ്റർ വരുന്നു, സാധനങ്ങൾ കയറ്റി അയക്കുന്നു, ഇത് ആളുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ടീം ചെയ്തത്. മേജർ ഹേമന്ത് രാജിന്റെ നേതൃത്വത്തിൽ അനീഷ വി തോമസ്, മനു മോഹൻ തുടങ്ങിയ ഉദ്യോഗസ്ഥർ, പിന്നെ CA സുധിലാൽ സാറ്, ഈ ഒരു ടീമിന്റെ കൂടെ നമ്മൾ ഒരു ദിവസം രാവിലെ 6:30-ക്ക് തുടങ്ങുകയാണ് ജോലി. വൈകിട്ട് 6:30 വരെ, അതായത് വെട്ടം വീഴുമ്പോൾ തൊട്ട് ഹെലികോപ്റ്ററുകൾ വരുന്നു, വെട്ടം തീരുന്നിടം വരെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചാക്ക് കണക്കിന് സാധനങ്ങൾ ഇങ്ങനെ കയറ്റി വിടുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിന്നതെന്ന് പറയുന്നത് കുറച്ച് നാട്ടുകാർ, സീനിയേഴ്സ് ആയിട്ടുള്ള നാട്ടുകാരുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് ധ്വനി എന്ന് പറയുന്ന ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അവരെ എടുത്ത് പറയേണ്ടിയിരിക്കും. കാരണം നമ്മുടെ ചില ധാരണകളുണ്ട്. ആൺകുട്ടികൾ വൈകുന്നേരം ക്ലബ്ബ് പരിപാടി എന്ന് പറഞ്ഞ് പോകുന്നത് പോൺ വീഡിയോസ് ഷെയർ ചെയ്യാനാണ്, പെൺകുട്ടികളെ കമന്റ് അടിക്കാൻ, ഇങ്ങനെ ചില മിഥ്യാധാരണകളുണ്ട്. ധന്യ, ഇത് കേന്ദ്ര സേനകൾക്ക് വലിയൊരു അഗ്നിപരീക്ഷയായിരുന്നു. എന്താ കാരണം വെച്ചാൽ ഈ കേന്ദ്ര സേനകളിലെ പ്രവർത്തനത്തെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചവരാണ് നമ്മളൊക്കെ. ഇത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ധന്യക്ക് പറയാനുള്ളത്? കേന്ദ്ര സേനകളെ സംബന്ധിച്ച് ആർമി, നേവി, എയർഫോഴ്സ്, അതുപോലെ കോസ്റ്റ് ഗാർഡ് എല്ലാം സജീവമായിട്ട് കേരളത്തിൽ ഇടപെട്ട ഒരു സംഭവം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൊട്ട് മുമ്പുണ്ടായിരുന്ന ഓഖി ഒരു ചെറിയ സമൂഹത്തെയാണ് ബാധിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഒരു നഗരത്തിലെ ചെറിയൊരു പ്രദേശത്തെ, തിരുവനന്തപുരം, അതുപോലെ നമ്മൾ തമിഴ്നാടിന്റെ ചെറിയ കന്യാകുമാരി എന്ന് പറയുന്ന ഒരു ഭാഗത്തെയാണ് ബാധിച്ചതെങ്കിൽ, ഇത് കേരളത്തിൽ മൊത്തം റെഡ് അലേർട്ട് വരുന്ന രീതിയിലുള്ള ഒരു സംവിധാനം വന്നപ്പം സർക്കാർ തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ആ അഭ്യർത്ഥന മാനിച്ച് നേരത്തെ ശേഖർ സാർ പറഞ്ഞതുപോലെ വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റു എന്ന് പറഞ്ഞത്, ഞാൻ ഏകദേശം എനിക്ക് അലേർട്ട് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 8 മണി 9 മണിയോടുകൂടി ബ്രിഗേഡിയർ CM-നെ കാണാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് സമയത്താണ് 9-ാം തീയതി ഓഗസ്റ്റ് 9-ന് ഞാൻ അലേർട്ട് ആവുന്നത്. ഓഗസ്റ്റ് 9-ന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നുള്ള ബ്രിഗേഡിയർ CM-നെ മീറ്റ് ചെയ്യാൻ പോകുന്നു. പട്ടാളം ഇറങ്ങേണ്ട അവസ്ഥയായി എന്നറിയുമ്പോഴാണ് ഞാൻ ഡിഫൻസ് സ്പോക്സ് പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്കും കൂടുതലായിട്ട് അലേർട്ട് ആവേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 12 മണിയോടുകൂടി എല്ലാ ഫോഴ്സസും അലേർട്ട് ആവുകയും നേവിയും അതുപോലെ കോസ്റ്റ് ഗാർഡ്, എയർഫോഴ്സ് എല്ലാവരും പൂർണ്ണമായും ദുരന്ത നിവാരണത്തിലേക്ക് തന്നെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഈ സമീപകാല ചരിത്രത്തില് ഇത്രയും വിസ്തൃതമായ ഒരു പ്രദേശത്ത് ഇത്രയും സേനകള് വിവിധ വിഭാഗങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് തോളോട് ചേർത്ത് അവിടുത്തെ സിവിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട്, മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട്, സന്നദ്ധ പ്രവർത്തകരുമായി തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക അവസ്ഥ. എങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ ദുരന്തത്തെ കണ്ടത്? 99-ലെ വെള്ളപ്പൊക്കകാലത്തൊന്നും ശോഭ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമായിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവര് അനുഭവിച്ചതിന്റെ ഒരു കാൽഭാഗം പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ബിക്കോസ് വി ആർ ഇൻ ട്രിവാൻഡ്രം. പക്ഷെ അവിടെ നിന്ന് എല്ലാ ന്യൂസും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്ഡേറ്റഡ് ആയിട്ട്. പ്ലീസ് ഡോണ്ട് പ്രേ ഫോർ കേരള.
പ്ലീസ് ഡു ഫോർ കേരള. നിങ്ങൾ എന്താ ചെയ്യുന്നത് ശോഭ? അൺബോർഡ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ടീം എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് പറഞ്ഞാൽ, ചെന്നൈയിലെ ഫ്ലഡ് സമയത്ത് അൺബോർഡ് കൊച്ചി എന്ന് പറഞ്ഞൊരു ടീം അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തു. അങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെന്നൈ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്നേഹമാണ്, മനസ്സിലായില്ലേ? എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുവന്നു എന്നുള്ളത് ഫസ്റ്റ് ഒരു പോസിറ്റീവ് നോട്ട്. അല്ല, കൊച്ചി തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് എന്ന് പറഞ്ഞാൽ രാജമാണിക്യം IAS അദ്ദേഹമാണ് നമ്മളെ ഒരു മെന്റർ എന്ന് പറയാം. അപ്പം ഒരു ഫോൺ കോളിൽ ഇത് തുടങ്ങിയതാണ്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ തുടങ്ങിയതാണ്. ഇപ്പൊ നമുക്ക് 6000-ഓളം വോളണ്ടിയേഴ്സ് ഉണ്ട് ഓൾ ഓവർ കേരള. അറൌണ്ട് കൊച്ചിയും ട്രിവാൻഡ്രവും കൂടി നമ്മൾ മോർ ദാൻ 200 ട്രക്സ് വിട്ടിട്ടുണ്ടാവും. മോർ ദാൻ 200. ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്തെ ടീം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി യങ്സ്റ്റേഴ്സിനെയും എവിടെയൊക്കെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും, റീച്ച് ഔട്ട് ഫോർ ഹെൽപ്പ്, ആരെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും അവരെല്ലാവരും കണക്ട് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. എല്ലാ ഫീൽഡിലുള്ളവരെയും, മീഡിയ, പോലീസ്, എല്ലാവരും. ഇതൊരു സത്യം പറഞ്ഞാൽ ഒരാളുടെ ലൈഫ് സേവ് ചെയ്യണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അവർക്ക് ഹെൽപ്പ് എത്തിക്കുക, ആദ്യം സേവ് ചെയ്യുക, പിന്നെ അവർക്കുള്ള ഹെൽപ്പ് ഈ പറഞ്ഞ പോലെ റിലീഫ് മെറ്റീരിയൽസ് എത്തിക്കുക എന്നുള്ളൊരു എയിം മാത്രം അവരിലെത്തണം. അതായത് എത്തേണ്ട ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരിൽ എത്തണം, ജെന്യൂൻ ആയിട്ടുള്ളവർക്ക് എന്നുള്ളൊരു. പ്രതീക്ഷ കുറെ നേരം നിശബ്ദത പാലിച്ചതാണ്. അതുകൊണ്ട് പ്രതീക്ഷ ഞാൻ ആ നിശബ്ദത ഭഞ്ജിക്കാൻ വേണ്ടി ഒരുപാട് സമയം കൊടുത്തു. പ്രതീക്ഷ എങ്ങനെ കാണുന്നതിന്? ശരിക്കും മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഫിഷർമാൻ രക്ഷകനായിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ല ട്രോമാ കെയർ ആണ് ശരിക്കും ആ ഫിഷർമാൻ്റെ റോള് ശരിക്കും. കാരണം ട്രോമാ കെയർ എന്ന് പറയാൻ കാരണം അവിടെ ട്രോമാ കെയർ പ്രവർത്തിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതീഷ് കുമാർ സാർ, എൻ്റെ പേര് തന്നെയാണ് അവിടുത്തെ SP സാർ പേരും. പ്രതീഷ് കുമാർ സാർ എല്ലാ സ്റ്റേഷനിലേക്കും ട്രോമാ കെയർ ടീമുകളെ സജ്ജമാക്കി നിർത്താൻ പറയുകയും മഴ ശക്തമായ സമയത്ത് തന്നെ ഈ സ്റ്റേഷൻ യൂണിറ്റ്, നമുക്ക് അങ്ങനെ ഒരു ടീമുണ്ട് നമുക്ക് ട്രോമാ കെയറിൽ. ഓരോ സ്റ്റേഷന് കീഴിലും 34 പോലീസ് സ്റ്റേഷനുള്ളത്, 34 പോലീസ് സ്റ്റേഷന് കീഴിലും ട്രെയിൻഡ് പേഴ്സൺസ് ആണ് ഇവർ. 2 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ട്രെയിൻഡ് പേഴ്സൺസ് ആണ്. ഈ ആളുകളെ പോലീസ് സ്റ്റേഷനിലാണ് പിന്നെ അവരുടെ വീട്. ഈ 5-6 ദിവസം പോലീസ് സ്റ്റേഷനിലാണ് ഇവരെ ഹാൾട്ട് ചെയ്യുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ എവിടേക്കാണ് ആവശ്യം വരുന്നത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം പറയേണ്ടത് നമുക്ക് സംഗീത് കുമാർ സാർ, ഇപ്പോൾ ഇവർ പറഞ്ഞ വേങ്ങര SI, അതുപോലെ ജ്യോതീന്ദ്ര കുമാർ എന്ന് പറഞ്ഞ കരുവാരക്കുണ്ട് SI. കരുവാരക്കുണ്ടിൽ ഏകദേശം 10 ഉരുൾപൊട്ടൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ നടന്നു. പക്ഷെ ഒരാളെ മേല് പോലും ഒരു കല്ല് പോലും തട്ടിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ ട്രോമാ കെയർ അംഗങ്ങൾ കൂടിയിട്ട് എല്ലാ ആളുകളും, സാറ് നേരിട്ട് പറഞ്ഞാൽ വെച്ചാൽ പല ആളുകളും വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ പഠിച്ചു, വരാൻ അത്ര പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഒരു പോലീസ് ഭാഷത്ത് തന്നെ അവിടെ നിന്ന് കൊണ്ടുവരേണ്ടതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു അപകടവും ഇല്ലാതിരുന്നത്. മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുള്ള 2 ഉരുൾപൊട്ടലിലും ഒരു ഉരുൾപൊട്ടലിൽ 6 ആളുകൾ ഒരു കുടുംബത്തിൽ മരിച്ചു. പക്ഷെ അതും മുന്നേ പറഞ്ഞിരുന്നു അവരോട് മാറാൻ, പക്ഷെ അവർ മാറാതിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മരിച്ചത്. പിണറായി വിജയൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നെ മത്സ്യത്തൊഴിലാളികൾ വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളെ കൂടെ പോയ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ച് നമ്മൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ വിട്ടുപോയ ഒരു സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഐക്യകണ്ഠേന ഞങ്ങൾ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പലരും കാണാതെ പോകുന്നുണ്ട്, അതാണ് സങ്കടം. ഓക്കെ, ടഫീനെ ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഡ് ഇവിടെ ഇട്ടിരിക്കുകയാണ്. പലരും പറയുന്നു, അതായത് കേരളത്തിലെ പോലീസ് വലിയൊരു കാര്യം ചെയ്തപ്പോൾ പല ആൾക്കാരും വേണ്ട രീതിയിൽ അത് അവരെ ഗവനിച്ചില്ല. മറിച്ച് കേന്ദ്രത്തിൽ നിന്ന് പട്ടാളവും മറ്റുള്ളവരും വന്നപ്പോൾ അവർക്കായി കൂടുതൽ മിഴിവ് എന്ന്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അതിലൊരു പ്രശ്നമുണ്ട്. അതെന്താ പറഞ്ഞാൽ കേരള പോലീസ് ആർമി ആയാലും നേവി ആയാലും അവരെ തിരിച്ചറിയുന്ന രീതിയിലുള്ള യൂണിഫോം, NDRF ആണെങ്കിലും അതുപോലത്തെ യൂണിഫോം ഇട്ട് കൂട്ടായിട്ടാണ് അവർ പോയി പ്രവർത്തിക്കുന്നത്. അവരവരുടെ ഒരു യൂണിറ്റിൻ്റെ കൂടെയാണ് പോകുന്നത്. കേരള പോലീസ് 1-2 പോലീസുകാർ ചിലപ്പോൾ യൂണിഫോം ഇട്ടിട്ട് ചിലപ്പോൾ യൂണിഫോം ഇടാതെയും നാട്ടുകാരുടെ കൂടെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത്, ഞങ്ങൾ 26,000 പേര് ഇതിനകത്ത് പണിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആ വിസിബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. തിരിച്ചറിഞ്ഞാൽ തന്നെ വേണ്ട രീതിയിൽ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെയുള്ള സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു വാക്ക് പറയാം. അത് ആ പബ്ലിക് പെർസെപ്ഷൻ ശരിയാണ്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അവരെ കൊണ്ട് ഈ സ്ഥലത്ത് എത്തിക്കുന്നതും ജോലി ചെയ്യിക്കുന്നതും പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും. കേരളത്തിലെ ഈ രക്ഷാപ്രവർത്തനത്തിലെ നമ്മളെ നമ്പർ ഓഫ് ആളുകളെ രക്ഷിച്ചത് വെച്ച് നോക്കിയാൽ ഫിഷർമാനാണ് ഏറ്റവും കൂടുതൽ രക്ഷിച്ചത്. പക്ഷേ ആ ഫിഷർമാനെ അത് ചെയ്യിച്ചത് പോലീസാണ്. പോലീസ്, ജില്ലാ കളക്ടറെ മുതലായിട്ടുള്ള ആളുകൾ ചേർന്നാണ് ഈ ഫിഷർമാനെ എല്ലാം ഇവിടുന്ന് അവിടെ കൊണ്ടുവന്നതും. പോലീസ് അതിന് ചെയ്ത രക്ഷാപ്രവർത്തനത്തിന് കേരള പോലീസ്, ഫയർഫോഴ്സ് അവരുടെ എണ്ണം കുറവാണെങ്കിലും അവർ ചെയ്തത് വലിയ പണിയാണ്. അത് നമ്മൾ മെഷർ ചെയ്ത് ഞങ്ങൾക്കറിയാം.
നമ്പർ ഉദ്ദേശം അവരുടെ വർക്കിൽ ചെയ്ത് അറിയാം. അപ്പോൾ പോലീസിൻ്റെ വളരെ സ്തുത്യർഹമായ സേവനമാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്രയും സുഗമമാക്കാൻ സാധിച്ചത്. അവർ രക്ഷ ചെയ്തത് തന്നെയല്ല, അവരായിരുന്നു അതിൻ്റെ ആ ഫീൽഡിലെ കൺട്രോൾ ചെയ്ത് ഇവിടുന്ന് നമ്മൾ ഫോഴ്സിനെ വിട്ടതിനെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ഈ കാര്യം സാധിച്ചെടുക്കുകയും ചെയ്തതിൻ്റെ ചുക്കാൻ പിടിച്ചത് കേരള പോലീസാണ്. അത് ഷെഫീൽമാര് മുതലേ ഇവർ പറയുന്ന SIയും അതിന്റെ താഴെയുള്ള ആളുകളും അവരുടെ ഇതിന്റെ ലോജിസ്റ്റിക്സ് വർക്കൗട്ട് ചെയ്ത ആളുകളെ വേണ്ട സ്ഥലത്ത് എത്തിക്കുകയും അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തതിൽ പോലീസിന്റെ സേവനം അത്രയ്ക്ക് നമുക്ക് പറയാൻ പറ്റാത്തതാണ്. കാരണം ആ ഒരു പ്രവർത്തനത്തിലാണ് രക്ഷാപ്രവർത്തനം നമ്മളൊരു 3 ദിവസം കൊണ്ട് ഇത്രയും ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഫോക്കസ് കിട്ടിയത് കൊണ്ടാണ്. ഷെഫീൻ, സാധാരണ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെറിയ ഒരു കുരുത്തക്കേട് ചെയ്ത് കഴിഞ്ഞാൽ മാല പോലെ എന്താ പറയണ്ടേ അതിനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ മറ്റേ റെജി ലൂക്കോസിനെ പോലുള്ള ആൾക്കാർ. എന്താണ് റെജി ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്? ഞാൻ ചെയ്യാറില്ല. ഞാൻ എന്റെ ചർച്ചകളിൽ പൂർണ്ണമായിട്ടും പോലീസിന്റെ നന്മകളെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിന് പ്രശ്നമുണ്ട്, മാധ്യമങ്ങൾക്ക് അതിനകത്ത് പങ്കുണ്ട്. എന്താ വെച്ചാല് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഈ പോലീസിന്റെ ഭാഗത്തൊരു ചെറിയ അപാകത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലുകളും മറ്റു മാധ്യമങ്ങളും അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ചർച്ച ചെയ്യും. ഇവർ ചെയ്യുന്ന നന്മകളെ കുറിച്ച് ഒരു കാരണവശാലും ആരും സംസാരിക്കാറില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെ. കാരണം പോലീസ് റേഡിയോ പോലെ തിരിച്ച് അങ്ങോട്ടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കാക്കയ്ക്കുള്ളിൽ ഒരു മനുഷ്യഹൃദയം ഉണ്ടെന്നുള്ള കാര്യം പലപ്പോഴും നമ്മുടെ ആൾക്കാര് വിസ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും അല്ലേ? അതാണ്. ശേഖർ ലൂക്കോസ്, ഈ ദുരന്തത്തിൽ നിന്ന് പഠിച്ച പാഠം എന്താണ്? ഞാൻ പഠിച്ച പാഠം വളരെ ലളിതമാണ്. നമ്മൾക്ക് ഈ കേരളത്തിൻ്റെ പൊതു ഭൂവിനിയോഗത്തിൽ, അത് എൻ്റെ തന്നെ ബോസാണ് സാർ, ഞാൻ അദ്ദേഹത്തിനാണ് നേരെ റിപ്പോർട്ട് ചെയ്യുന്നത്. 9-ാം തീയതി രാവിലെ 2:38 വിളിച്ചെഴുന്നേപ്പിച്ച് ഞാൻ സാറിൻ്റെ അനുമതി എടുത്തിട്ടാണ് NDRFനെ വിളിക്കാൻ പറഞ്ഞത്. വെളുപ്പാങ്കാലത്ത് 2:38. അങ്ങനെ ഞാനാണ് സാറിന് വേണ്ടി റിക്വസിഷൻ അയക്കുന്ന ആൾ, അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. 2:38 തുടങ്ങിയ മൊബിലൈസേഷനാണ് നമ്മൾ കണ്ട ഈ കേന്ദ്ര സേനകളെല്ലാം ഇവിടെ എത്തി വന്നത് 2 ദിവസം കൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് പഠിച്ച ഒരേ ഒരു പാഠം, നമ്മൾ ഇനിയെങ്കിലും സുശക്തമായ ഒരു ഭൂവിനിയോഗ ചട്ടം കേരളത്തിൽ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് മലയോര മേഖലയിൽ അതിനുള്ള തുടക്കം ഈ മന്ത്രിസഭ, ഈ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അത് കേരളത്തിന് പൊതുവായി ഉണ്ടാക്കണം. അത്തരം ഒരു ചട്ടം പ്രായോഗികമായിരിക്കണം. ആ ചട്ടം നമ്മൾ എല്ലാവരും പൊതുസമൂഹം എന്ന നിലയിൽ അംഗീകരിക്കണം. അതായത് ഹരിത പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഞാനൊരു സാധാരണ അധ്യാപികയായിരുന്നു, പക്ഷേ ഒരാളുടെ ഒരു പരാമർശത്തിൽ എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ഒരു പ്രത്യേക നിലപാടിൽ വലിയൊരു മാറ്റം വന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ദുരന്തം എത്രയോ മലയാളികളുടെ മനസ്സിൽ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവയാണ് സൃഷ്ടിച്ചത്. അതെ, ഞാൻ ഈ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ നമ്മളെ ഡിസ്ട്രസ്സായിട്ട് കോൾ വിളിക്കുന്ന ആളുകളുണ്ട്. നമ്പറിൽ എനിക്ക് 1000കണക്കിന് കോളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. മെസ്സേജസ് ലക്ഷക്കണക്കിന് എൻ്റെ വാട്സപ്പുകളിൽ പല ഗ്രൂപ്പുകളുണ്ടാക്കി എൻ്റെ നമ്പർ എടുത്തിട്ടിട്ട് വരും. അതുകൂടാതെ ചിലർ വിളിച്ചു പറയുന്നുണ്ട്. ഒരിക്കലും ഒരു പ്രായമുള്ള ആളെ, വളരെ പ്രായമുള്ള ആളാണ്, അല്ല പറഞ്ഞു, ഞാൻ ജനലിൻ്റെ താഴെ ചവിട്ടി നിന്ന് കഴുത്ത് പൊക്കി നിർത്തുകയാണ്, എനിക്ക് പെട്ടെന്ന് എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്, എനിക്കൊരു ഫുഡും തരണം. അദ്ദേഹത്തിന് അറിയാവുന്ന ആകെപ്പാടെ ഒരു സ്കൂളിൻ്റെ പുറകിൽ ഇങ്ങനെയുള്ള ഒരിതാണ്. അപ്പോൾ നമ്മളിവിടെ അതിനെ എടുത്ത് ഗൂഗിളിലിട്ട് കൺവേർട്ട് ചെയ്ത് ഗൂഗിളിലൊക്കെ നോക്കി അതിൻ്റെ ഇത് കഴിച്ചിട്ട് ഞാൻ ഈ റിലീഫ് മറ്റേ എയർഫോഴ്സിലും മറ്റേ ഇതുപോലെ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം കൊടുത്തു. അദ്ദേഹത്തിനെ രക്ഷിച്ചോ ഇല്ലയോ എന്ന് എനിക്കിപ്പോഴും കൃത്യം അറിയത്തില്ല. അങ്ങനെ എത്രയോ ആളുകളുടെ ഫോൺ കോൾ ഞങ്ങൾക്ക് തന്നെയല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകർക്കും, ഞങ്ങളുടെ ഇതിനകത്തേക്ക് ഇരിക്കുന്ന ആളുകൾക്കെല്ലാം വന്നു. അതെല്ലാം നമ്മുടെ മനസ്സിനെ ശരിക്കും മതിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എത്ര വലിയ കൂട് നീ കെട്ടിപ്പടുത്താലും നീ അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള മനുഷ്യൻ്റെ ഒരവസ്ഥ, അതൊരു വലിയ മാനസിക അവസ്ഥയാണ്. അതെനിക്ക് ഈ 10 ദിവസം കൊണ്ട് ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ സർവീസ് തുടങ്ങിയത് ഇതുപോലത്തെ ദുരന്തമല്ലെങ്കിലും ഒറീസയിലെ കലഹണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ആദ്യം പോയിട്ട് സബ് കളക്ടറായിട്ട് തുടങ്ങുന്ന സമയത്ത് 4 വർഷത്തോളം അവിടെ സബ് കളക്ടർ വരെ ആകാറായിട്ടാണ് ഞാൻ പോകുന്നത്. അത്രയും പീരീഡ് ഡ്രൗട്ടായിരുന്നു. അവിടെ ഡ്രൗട്ടും അതുപോലെ തന്നെ ആദിവാസികളുടെ ഇടയ്ക്ക് പകർച്ചവ്യാധി, നമ്മുടെ ജപ്പാൻ ജ്വരമെന്ന് പറയുന്നത് കേരളത്തിൽ 4 പേര് മരിക്കുമ്പോൾ നമുക്ക് വലിയതായിട്ട് തോന്നി. ഒരു ഗ്രാമത്തിൽ 19 പേര് ശവം ഒരുമിച്ച് കിടക്കുന്നത് കണ്ടിട്ട് അവിടുന്ന് 5 പേരെ
എൻ്റെ ജീപ്പേ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അതിൽ 4 പേരും മരിച്ചിട്ട് ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അന്ന് മുതലേ എൻ്റെ സർവീസ് തുടങ്ങിയതും ഇതുമാണ്. അടുത്ത വർഷം എൻ്റെ സർവീസ് തീരുമ്പോഴും ഇതുപോലത്തെ ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ടി വന്നു. റിലീഫ് കമ്മീഷണറായിട്ടുള്ള ദൗത്യം അനുഷ്ഠിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ് നമുക്ക്. അങ്ങനെ ഞാൻ പറയുന്നില്ല. എനിക്ക് എന്നെ സത്യത്തിൽ അവിടെ കൊണ്ട് എത്തിച്ചു തന്നെ. ആരും അത് ഉദ്ദേശിച്ചുകൊണ്ടല്ലോ ഈ ജോലിയിൽ വരുന്നത്. ഞാൻ പറയുന്നത് അതിന് നമ്മളെ സഹായിക്കുന്ന മാസീവായിട്ടുള്ളൊരു കൂട്ടം, എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ IAS-കാരെ, IPS ഉദ്യോഗസ്ഥന്മാരെ, മറ്റേ എല്ലാ സീനിയർ ഉദ്യോഗസ്ഥന്മാരും അടക്കം വലിയൊരു ഗ്രൂപ്പ് തന്നെ നമുക്ക് ഇത്രയും നന്മ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം താങ്കൾ തിരിച്ചറിഞ്ഞിരുന്നോ നേരത്തെ? അല്ല, ഞാൻ 2 സ്റ്റേറ്റിൽ ജോലി ചെയ്യുകയും ഇന്ത്യയുടെ പല സ്ഥലത്തും പല കാര്യങ്ങൾക്കായിട്ട് പോയ ആളെന്നുള്ള രീതിയിൽ മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ആൻഡ് ഒരു അവർക്കൊരു ത്യാഗ മനോഭാവം ഗ്രൂപ്പായിട്ട് വരുമ്പോൾ, വ്യക്തികളും ഉണ്ടാകും, പക്ഷേ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഉള്ളത് കേരള സമൂഹത്തിലാണ്, ഇന്ത്യയിൽ നമ്മൾ കൂടുതൽ കണ്ടെന്നുള്ളത് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. ഞാൻ ഒറീസയിലൊക്കെ ആയിരുന്ന സമയത്ത് ഇത്ര ഒരു കമ്മ്യൂണിറ്റി എഫർട്ട് അവിടെ വരുന്നില്ല. അതിന് ഒരു കാരണം അവിടെ മൊത്തത്തിൽ പോവർട്ടിയാണ്. ഇവിടെയാണെങ്കിൽ അങ്ങനെ പോവർട്ടി ഉള്ളവരും പണമുള്ളവരും എല്ലാം ഒരുമിച്ച് പണക്കാരും പാവപ്പെട്ടവരും ഒരുമിച്ച് ചേർന്നിട്ട് ഒരു പ്രവർത്തനത്തിൽ വരിക. അവിടെയൊക്കെ സമൂഹം കുറച്ചുകൂടെ സ്ട്രാറ്റിഫൈഡ് ആണ്. അവർ ശ്രേണികളായിട്ടിരിക്കുന്ന ആളുകളാണ്. കേരളത്തിൽ നമുക്കൊരു 60കളിൽ മുതൽ ഇങ്ങോട്ട് നമുക്ക് വലിയ അത്തരം ചില സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടായല്ലോ. ഇക്വിറ്റബിൾ സൊസൈറ്റി ആയതുകൊണ്ട് ഇവിടെ പണമോ പാവപ്പെട്ടവനാണെങ്കിലും ചേരുന്നതിന് വലിയ കുഴപ്പമില്ല. ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആവശ്യം വരുമ്പോൾ എല്ലാവരും ഒരുമിക്കുന്ന ഒരു സമൂഹം, വിദ്യാഭ്യാസമുള്ളൊരു സമൂഹം, അങ്ങനത്തെ ഒരു മാറിയത് കൊണ്ടുള്ള നമുക്ക് വലിയ നേട്ടമുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ഞാൻ ഒറീസയിൽ 4 വർഷം പ്രവർത്തിച്ച കമ്മ്യൂണിറ്റി എഫർട്ട് തീരെ കിട്ടുന്നില്ല. ഞാൻ ഇരുന്ന ജില്ലയിൽ ഒരൊറ്റ അനാഥാലയമില്ല. ഞാൻ സബ് കളക്ടർ ആയിരുന്നപ്പോൾ ആദ്യമാണ് ഇദ്ദേഹം ഓല കൊണ്ട് കൂര കെട്ടിയെന്ന് പറഞ്ഞാൽ പുല്ല് കൊണ്ട് കെട്ടിയ ഒരു അനാഥാലയം ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് തുടക്കിപ്പിച്ച് എൻ്റേതായിട്ടുള്ള അനാഥാലയം തുടങ്ങിയ സ്ഥലമായിരുന്നു അത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വോളണ്ടറിസം നിങ്ങളൊന്ന് അവർക്കൊരു പുതിയ നവോന്മേഷം ഈ ഒരു ഓപ്പറേഷനിൽ നിന്ന് കിട്ടിയതാണ് ഒരു പക്ഷേ പല വാർത്താശകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദിക്ക് എന്താണ് തോന്നുന്നത്? ഓരോ ദുരന്ത നിവാരണ സേനയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഓരോ സൈനികനും അത് അവൻ്റെ കർത്തവ്യമാണ്. പക്ഷെ പല സമയത്തും അത് അവരുടെ കൂടെ അലിക്കുന്ന അല്ലെങ്കിൽ ഉള്ളൊന്ന് പിടിച്ച് കുലുക്കുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പം വിംഗ് കമാൻഡർ പ്രശാന്ത്, ഗരുഡ് കമാൻഡോയുടെ കമാൻഡിംഗ് ഓഫീസർ, ഒരു കൊച്ചുകുട്ടിയെ എടുത്ത് അമ്മയ്ക്ക് കൈമാറുന്ന, വിഞ്ച് ചെയ്ത് കൈമാറുന്ന ഒരു ഫോട്ടോ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ കുട്ടിയെ എടുത്ത് കൈമാറിയ സമയത്ത് ആ ഫോട്ടോ ഞാനാണ് അത് മീഡിയയ്ക്ക് കൊടുക്കുന്നത്. അപ്പം മിക്കവാറും എല്ലാ റെസ്ക്യൂ ഓപ്പറേഷനിലും ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു, എയർഫോഴ്സിൻ്റെ കൂടെ. അപ്പം നേരിട്ട് കണ്ടിട്ടുണ്ട് പല സിറ്റുവേഷൻസും. അപ്പോൾ ഈ കുട്ടിയെ കൊടുത്തപ്പോൾ എന്ത് ആണ് മനസ്സിൽ തോന്നിയതെന്ന് അദ്ദേഹത്തോട് ഒരു കുസൃതി പോലെ ഞാനും ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു, എൻ്റെ മോളുടെ അതേ ഭാരമായിരുന്നു ആ കുട്ടിക്ക് എന്നായിരുന്നു. വല്ലാതെ എനിക്ക് പോലും പെട്ടെന്ന് ഇച്ചിരി ഫീൽ ആയിപ്പോയി. കാരണം അതേ ഭാരമായിരുന്നു ആ കുട്ടിക്ക്. അപ്പം ഈ ദുരന്ത നിവാരണത്തിന് പോകുന്ന സൈനികർ, ആ റെസ്ക്യൂ ഓപ്പറേഷന് പോകുന്ന സൈനികർ, അവർക്കും ഒരു ഫാമിലി ഉണ്ട്. അവരും വളരെ റിസ്ക് എടുത്താണ് പോകുന്നത്. അത് കവർ ചെയ്യാൻ പോകുന്ന മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കൊണ്ടുപോകുന്ന ആളുകൾ എല്ലാവരും ഒരു സന്തോഷത്തോടു കൂടിയല്ലേ ഇത്തരം ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വലിയൊരു കാര്യം ചെയ്യാനുള്ള എല്ലാവരുടെയും സപ്പോർട്ടാണ് അവിടെ വേണ്ടത്. അതോട് ആ ഒരു മൂഡിലാണ് പോകുന്നത്. എന്താണ് ഉദ്ദേശിച്ചത്? ഇതല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്? ഈ വിഷയമാണ്. അമ്മയാണ് ആദ്യം രക്ഷപ്പെട്ടത് അല്ലേ? അതെ, അമ്മയാണ് അമ്മേനെ ആദ്യം രക്ഷപ്പെടുത്തിയ അമ്മയെ കൺവിൻസ് ചെയ്തു. കാരണം ഇത്രയൊരു ചെറിയ കുട്ടിയെയും കൊണ്ട് ഏകദേശം 40-50 മീറ്റർ ഉയരത്തിലാണ് ഹെലികോപ്റ്റർ ഹോവർ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അത്രയും ഉയരത്തിലേക്ക് അത് കാണുന്ന ശരിക്കും ഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. കുറച്ച് ഭയം തോന്നും ആർക്കാണെങ്കിലും. അപ്പം ആദ്യമായിട്ട് കയറുന്നവർക്ക് കൂടുതൽ ഭയം കാണും. അപ്പം അമ്മയെ ആദ്യം കൺവിൻസ് ചെയ്ത് അമ്മയെ കയറ്റി വിട്ടതിന് ശേഷമാണ് കുട്ടിയെ പിന്നെ സാറ് നെഞ്ചോട് ചേർത്ത് വിൻ ചെയ്ത്. കാരണം ചെറിയ കുട്ടിയാണ്, കുട്ടി ഭയക്കും. അപ്പം ആദ്യം കയറിയ സമയത്ത് കുട്ടി ചെറുതായിട്ട് കരയാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് അത് സ്മൂത്തായിട്ട് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും കുഞ്ഞ് നെഞ്ചോട് ചേർന്ന് കരയാതെ കിടന്നു എന്നാണ് ഞാൻ അറിഞ്ഞ കാര്യം. അതിനുശേഷം അതുപോലെ തന്നെ എല്ലാവരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഒരു 38 കുട്ടികളെ ഒരു ഹോസ്റ്റലിൽ കുടുങ്ങി കിടക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതിന് ചുറ്റും വെള്ളമായിരുന്നു. അപ്പം ആൾക്കാരുടെ ബുദ്ധിമുട്ടും ചില ഇഷ്യൂസൊക്കെ അവിടെ നടന്നിരുന്നു. അപ്പോൾ ആ കുട്ടികളെ റെസ്ക്യൂ ചെയ്യാൻ പോകുന്നത് ഏകദേശം രാത്രി 6 മണിക്ക് ശേഷമാണ്. അപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ ആദ്യം ഈ പ്രശാന്ത് സാർ അടങ്ങുന്ന സംഘം അവിടെ പോയി സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് കണ്ട് അവർ ഉറപ്പ് കൊടുത്തു, ഞങ്ങൾ തിരിച്ചു വന്ന് നിങ്ങളെ രക്ഷിക്കും എന്നുള്ളത്. തിരിച്ച് ശംഖുമുഖി അപ്പോൾ രക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ റെസ്ക്യൂ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ ഹെലികോപ്റ്ററിൽ ഫ്യൂവൽ ഇല്ലായിരുന്നു.
വേറൊരു റെസ്ക്യൂ മിഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ഈ ഒരു കോർഡിനേറ്റ്സ് കിട്ടി അവിടെ പോകുന്നത്. അപ്പം ഞാൻ വേറൊരു മിഷന്റെ ഭാഗമായിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോഴാണ് പ്രശാന്ത് സാറിന്റെ സംഘം വീണ്ടും എയർപോർട്ടിലെത്തി റീഫ്യൂൽ ചെയ്യുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു മിഷന് പോവുകയാണ്, 38 പെൺകുട്ടികളാണ് കുടുങ്ങി കിടക്കുന്നത്, കവർ ചെയ്യാൻ വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും അവരുടെ കൂടെ ആ മിഷന് പോവുമായിരുന്നു. ഞാൻ ഓക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ 4ാമത്തെ റെസ്ക്യൂ ഓപ്പറേഷനാണ് ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്. അതിനകത്ത് ഏറ്റവും റിസ്കിയസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ, ഈ കൊച്ചുകുട്ടിയെ എടുത്തതിനേക്കാളും റിസ്കിയസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു. ആ 38 കുട്ടികളിൽ 13 പേരെ മാത്രമേ ഞങ്ങൾക്ക് അപ്പോൾ രക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം വളരെ ഇൻക്ലിമെന്റ് ആയിട്ടുള്ള വെതർ ആയിരുന്നു. ഒന്ന് രാത്രി വിസിബിലിറ്റി 0. ഞങ്ങൾ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 6:15 കൂടിയാണ് ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നത്. തിരിച്ചെത്താം എന്ന് പറഞ്ഞ് ഇദ്ദേഹം കൊടുത്ത ഒരേ ഒരു വാക്കിന്റെ പുറത്താണ് തിരിച്ചു പോകുന്നത്. ആയിരുന്നില്ല എന്ന് മാത്രമല്ല, അധികാരികൾ, ഇദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഉയർന്ന ഉദ്യോഗസ്ഥർ, അദ്ദേഹവും അതുപോലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഏറ്റവും എക്സ്പേർട്ട് ടീമായിരുന്നു അന്ന് അതിന് പോയത്. പൈലറ്റ് ആണെങ്കിലും ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സ് ആയിരുന്നെങ്കിലും എല്ലാവരും, ഇപ്പം ഇദ്ദേഹം കമാൻഡിംഗ് ഓഫീസറാണ് ഗരുഡ് കമാൻഡോസിന്റെ, അതുപോലെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു അന്ന് പോയിരുന്നത്. കാരണം ഞങ്ങൾക്ക് അറിയാമായിരുന്നു അന്ന് ഏറ്റവും ഇൻക്ലിമെന്റ് വെതർ ഉള്ള ഒരു സമയമാണ്, പോകണം എന്നുണ്ടെങ്കിൽ റിസ്ക് തന്നെയാണെന്നുള്ളത്. ഒരുപാട് പേര് ഈ ഹെലികോപ്റ്ററിലൊക്കെ കയറാൻ മടിച്ചവരുണ്ട് അല്ലെ, എന്നുവെച്ചാൽ ഇതിന്റെ ഒരു ഭയമുള്ളൂ. പക്ഷെ ചില വിദ്വാന്മാര് ഈ ചെലവില് ഈ ഹെലികോപ്റ്റർ കയറി പറക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ മോശമുള്ള ഒരു കാര്യം. 2 കാര്യം. ഇപ്പം ഒരാള് ഹെലികോപ്റ്ററിൽ താഴ്ന്ന് പറക്കുന്ന ഒരു ഹെലികോപ്റ്ററിൽ പറന്ന് ചെന്ന് നമ്മൾ കോർഡിനേറ്റ്സ് നോക്കും അവിടെ ഉണ്ടോ എന്ന്. അപ്പൊ ചിലപ്പോൾ തന്ന കോർഡിനേറ്റ്സ് തെറ്റായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഗൂഗിളൊക്കെ വെച്ച് അവർ അയക്കുന്നതാണ്. അപ്പൊ താഴ്ന്ന് പറന്ന് ഹെലികോപ്റ്റർ നോക്കും അവിടെ ആരെങ്കിലും ഉണ്ടോ. അപ്പം പ്രത്യേകം നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് നമ്മൾ ചെന്ന് ആളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ലൊക്കേഷൻ വെച്ച് കമാൻഡോ വിഞ്ച് ചെയ്ത് താഴെ ഇറങ്ങി ആ ടെറസിലാണ് ചെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എന്നിട്ട് അവിടെ നോക്കുക ആളുണ്ടോ, അവൈലബിൾ ആണോ എന്നുള്ളത്. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് എടുത്തു പറയണം. അത് ചെയ്തത് മോശമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നത് വായുസേന അവന് താല്പര്യമില്ലാതെ എടുത്തുകൊണ്ട് വന്നു എന്നുള്ളത്. അവൻ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് അവനെ അവിടുന്ന് ലിഫ്റ്റ് ചെയ്തത്. അവൻ ആവശ്യപ്പെട്ട് വിളിച്ചു വരുത്തി ലിഫ്റ്റ് ചെയ്തു. ആ കുട്ടി കയറി വന്ന ആ കുട്ടിയെ ഒരു നിയമ നടപടിക്കും വിധേയനാക്കാതെ തീർച്ചയായിട്ടും ഈ റെസ്ക്യൂ ഓപ്പറേഷനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ആ കുട്ടിക്ക് വേണ്ടി അവിടെ ഹോവർ ചെയ്തിട്ടില്ല എന്നെങ്കിൽ മറ്റൊരു റെസ്ക്യൂ ഓപ്പറേഷൻ രക്ഷപ്പെടുത്താമായിരുന്നു. ഞങ്ങൾക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അതായത് ഈ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഈ വരുന്ന സംഭവത്തിൽ പലപ്പോഴും ഈ കേന്ദ്ര സേനകൾ വരുമ്പോൾ പോലും അത് വന്ന് സിവിൽ അഡ്മിനിസ്ട്രേഷനടുത്ത് റിപ്പോർട്ട് ചെയ്ത് പിന്നീട് അത് പോലീസിനടുത്ത് എത്തുമ്പോൾ ഉള്ളൊരു കാലതാമസമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അത് മാത്രമല്ല, ഈ ഒരു ആംഡ് ഒരു വിങ് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സ് ആയിട്ടാണ് ഈ വരുന്ന, മറ്റു ആർമി ആണെങ്കിലും നേവിയാണ്. അത്തരത്തിലുള്ള ഫോഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ പോലീസിനാണ് ആ കമാൻഡ് ആൻഡ് കൺട്രോളിന് കുറച്ചും കൂടെ പറ്റുന്നത്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ പോലീസ് എന്ന് പറയുന്ന ഒരു മെഷീനറി എന്ന് പറഞ്ഞാൽ താഴേക്കിടയിൽ ഏറ്റവും അധികം വ്യാപ്തിയുള്ള, സമൂഹത്തിൽ ഏറ്റവും അധികം വ്യാപ്തിയുള്ള ലാസ്റ്റ് നൂക്ക് ആൻഡ് കോർണർ വരെ എത്തുന്ന അറിയാവുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പൊ കുര്യൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഫൾക്രം, ഈ ഓപ്പറേഷൻസിന്റെ ഫൾക്രം എന്നുള്ളത് പോലെ തന്നെ ഓരോ ബോട്ടിലും ഓരോ പോലീസുകാരൻ പോയിട്ടുണ്ട്. പക്ഷെ ആ പോലീസുകാരൻ ചിലപ്പോൾ യൂണിഫോമിലായിരിക്കില്ല. കാര്യം ഒരു യൂണിഫോം ഇട്ടുകൊണ്ടായിരിക്കും വന്ന് അടുത്ത ദിവസം ഇടാൻ യൂണിഫോം ഉണ്ടാവില്ല. അപ്പം പോലീസിന് ഈ റെസ്ക്യൂ ഓപ്പറേഷന്റെ നല്ലൊരു ഇൻവോൾവ്മെന്റ് മാത്രമല്ല, ഇതിന്റെ ഓപ്പറേഷണൽ കൺട്രോളും. പക്ഷെ അത് 16-ാം തീയതി തൊട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിൽ പോലീസിനെ കുറച്ചും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുകയും ഇതിന്റെ ആ ഒരു ഓപ്പറേഷണൽ കൺട്രോൾ, റെസ്ക്യൂ ആൻഡ് ഇവാക്യുവേഷന്റെ പോലീസിന് ഉണ്ടാവണം.